നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 16ാം നിയമസഭയുടെ കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് ഇന്ന് നിയമസഭയിൽ നടക്കുന്നത്. ഈ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ ഒരു അടിയന്തര പ്രമേയവുമായി ഇന്ന് പ്രതിപക്ഷം രംഗത്ത് വരികയായിരുന്നു. അതായത് ഈ നിയമസഭയിലെ ആദ്യ അടിയന്തര പ്രമേയം. എന്നാൽ സർക്കാർ ഈ അടിയന്തര പ്രമേയം ആവശ്യമില്ല എന്നൊരു നിലപാട് എടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു വിശദീകരണ പ്രസംഗം വന്നു. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് സംബന്ധിച്ചിട്ടാണ് ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരാനായി പ്രതിപക്ഷം ശ്രമിച്ചത്. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് അത് ഓരോ ദിവസവും കേരളത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വല്ലാത്ത ഭാരമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കേന്ദ്ര സർക്കാർ അത് വർദ്ധിപ്പിക്കുമ്പോൾ കേന്ദ്ര നയത്തിനെതിരെ സംസ്ഥാന സർക്കാർ പ്രതിഷേധം രേഖപ്പെടുത്തണം. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നികുതി കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണം. ഇത് കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്ന UDF അത് അന്നത്തെ കാലഘട്ടത്തിൽ ഉന്നയിച്ചതാണ്. ഇപ്പോൾ അവരുടെ നിലപാട് എന്ത് എന്നാണ് ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചത്. മാത്രമല്ല ഇത് സഭ നിർത്തിവെച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടത്. എന്നാൽ എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധവളപത്രം അത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ധവളപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുകയും പഠിച്ചതിന് ശേഷം കൃത്യമായി തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് അത് ജനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ പൂർണ്ണമായും അത് സർക്കാർ നടപ്പിലാക്കും. അത് തന്നെയാണ് സർക്കാരിൻ്റെയും അഭിപ്രായം. പക്ഷേ കഴിഞ്ഞ കാല സർക്കാരുകൾ അത് ചെയ്തിരുന്നില്ല. അവർ സംസ്ഥാന നികുതി വർദ്ധിപ്പിച്ചു. ഇന്നിപ്പോൾ പെട്രോളിന് ഒരു ലിറ്ററിന് ഏതാണ്ട് 30 രൂപയോളം നികുതി സംസ്ഥാന സർക്കാരിൻ്റേതാണ്. 11 രൂപയോളം മറ്റുമേ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നികുതി അങ്ങേയറ്റം വർദ്ധിപ്പിക്കുകയും നികുതി കുറയ്ക്കാത്ത നിലപാട് സ്വീകരിക്കുകയും സാമൂഹിക ക്ഷേമ പെൻഷൻ നൽകാനായി 2 രൂപ ഓരോ ലിറ്ററിനും സെസ് ഏർപ്പെടുത്തിയതുമൊക്കെ LDF സർക്കാരിൻ്റെ കാലത്താണ്. അക്കാര്യങ്ങളെല്ലാം പഠിച്ചു വരികയാണ്. അത് ധവളപത്രത്തിൽ ഉണ്ടാകും. അതിനുശേഷം ഈ പെട്രോളിയം വില വർധനവിനെക്കുറിച്ചുള്ള സത്വരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. ഈ വിശദീകരണത്തോടു കൂടിയാണ് അടിയന്തര പ്രമേയം അനുവദിക്കേണ്ടതില്ല എന്ന് സ്പീക്കർ തീരുമാനിക്കുന്നത്. അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പിന്നീട് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തുകയായിരുന്നു. ഈ വാക്കൗട്ട് പ്രസംഗത്തിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിക്കുന്ന രീതിയിൽ ചില പ്രസ്താവനകൾ നടത്തിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരെയും അതുപോലെ തന്നെ BJPക്കെതിരായിട്ടുമുള്ള രാഷ്ട്രീയ വിമർശനങ്ങളായിരുന്നു. LPGക്ക് 57% നികുതിയാണ് എന്ന അടിസ്ഥാനരഹിതമായ ഒരു കാര്യം പോലും അദ്ദേഹം സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അത്രയ്ക്ക് മണ്ടത്തരം നിറഞ്ഞ ഒരു പ്രസംഗമാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നു കൊണ്ട് പിണറായി വിജയൻ നടത്തിയത് എന്ന് വ്യക്തമാണ്. പല കാര്യങ്ങളും വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ ആരോപണം ആ പ്രസംഗത്തിനിടയിൽ ഉന്നയിച്ചു. അത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടാണ്. നമ്മൾ വെനസ്വേലയിൽ നിന്നും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുമൊക്കെ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. റഷ്യൻ എണ്ണയുടെ വില അത് അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും 40% ഡിസ്കൗണ്ട് റേറ്റ് ആയിരുന്നു. പക്ഷേ അമേരിക്ക കണ്ണുരുട്ടിയതിനെ തുടർന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി. അതാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോയതെന്നും വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നത് എന്നുമൊക്കെയാണ് പിണറായി വിജയൻ പറഞ്ഞു വെച്ചത്. അതായത് നരേന്ദ്രമോദിയെ ആക്രമിക്കാനുള്ള ഒരു അവസരമായിട്ട് പിണറായി വിജയൻ ഈ വാക്കൗട്ട് പ്രസംഗത്തെ മാറ്റി. നരേന്ദ്രമോദി ഏറ്റവും അധികം വിമർശിക്കുന്നത് തങ്ങളാണെന്നും കോൺഗ്രസിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ UDFിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നരേന്ദ്രമോദിക്കെതിരെ ഒരു കാര്യം പോലും പറയുന്നില്ലെന്നും നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിമർശനം ഒഴിവാക്കിയെന്നുമൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തിയത്. ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 10 കൊല്ലവും ഈ നയപ്രഖ്യാപനത്തിലൂടെ കേന്ദ്രത്തെ വിമർശിച്ചിട്ടും ജനങ്ങൾ എന്തു ചെയ്തു എന്ന കാര്യം നമ്മൾ ഓർക്കണം. കേന്ദ്രത്തിനെതിരായിട്ട് ഉള്ള CPIMൻ്റെയും LDFിൻ്റെയും വിമർശനങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. LDFിൻ്റെ നയരാഹിത്യവും
കെടുകാര്യസ്ഥതയും കാരണമാണ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ അത് തകർന്ന് തരിപ്പണമായത് എന്നത് ഒരു വസ്തുതയാണ്. ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും നരേന്ദ്രമോദിയെ ആക്രമിക്കാനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം നടത്താനുമൊക്കെ പിണറായി വിജയൻ ഇന്ന് ഈ വോക്കൗട്ട് പ്രസംഗത്തിൽ നടത്തിയത്. പക്ഷേ അതിനെ ഉടൻ തന്നെ പ്രതിരോധിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ വാക്കുകളിലാണ് എങ്കിൽ പോലും അതിനെ കൃത്യമായി പ്രതിരോധിച്ചിരിക്കുന്നു BJP MLA-മാർ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും BJP-യുടെ ചാത്തന്നൂർ MLA അതുപോലെ തന്നെ BJP-യുടെ നിയമസഭാ കക്ഷി നേതാവ് കൂടിയായ BB ഗോപകുമാർ MLA ആണ് ഇതിനെ ചോദ്യം ചെയ്തത്. അദ്ദേഹം വോക്കൗട്ട് പ്രസംഗത്തിനായി എണീക്കുകയും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. സ്പീക്കർ അതിന് അനുമതി കൊടുക്കുകയും ചെയ്തു. BB ഗോപകുമാർ ഒരു പുതിയ MLA ആണ് എന്നതുകൊണ്ട് തന്നെ ചട്ടങ്ങളിൽ ചില ഇളവൊക്കെ നൽകി അദ്ദേഹം അതിന് അനുവദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ BB ഗോപകുമാർ കൃത്യമായി തന്നെ പിണറായിയുടെ രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി പറഞ്ഞു. അതായത് ED-യെ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ആളല്ല നരേന്ദ്രമോദി എന്നും ഏതൊരു രാജ്യത്തിന് മുന്നിലും ഏതൊരു വൻകിട രാജ്യത്തിന് മുന്നിലും നട്ടെല്ലുറപ്പോടുകൂടി എണീറ്റ് നിന്ന് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാൻ ശേഷിയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നുമാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്. അതായത് പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ഈ ED പേടിയെ അടക്കം കൃത്യമായി വരച്ചു കാട്ടിക്കൊണ്ടായിരുന്നു ഒന്നോ രണ്ടോ സെൻറ്റൻസിനുള്ളിൽ അദ്ദേഹം വലിയ രാഷ്ട്രീയ വിമർശനം നടത്തിയത്. പിന്നീട് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല. സഭയിൽ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. എന്തുകൊണ്ട് BJP MLA-യെ സംസാരിക്കാൻ ക്ഷണിച്ചു എന്ന പേരിൽ ഇത്തരത്തിൽ വലിയ കുഴപ്പങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉയർത്തുകയായിരുന്നു LDF MLA-മാർ. അദ്ദേഹത്തെ സംസാരിക്കാൻ പിന്നീട് അനുവദിച്ചില്ല. അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ ഈ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്തത്. എന്തായാലും പ്രതിപക്ഷത്തെ ഞെട്ടിക്കുന്ന, അതായത് പിണറായി വിജയനെ ഞെട്ടിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇന്ന് BB ഗോപകുമാർ MLA സഭയിൽ നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. കാരണം അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ വ്യക്തമായി പറഞ്ഞു. കാരണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പിണറായി വിജയന്റെ വസതികളിലടക്കം ED-യുടെ റെയ്ഡ് നടന്നത്. എക്സാലോജിക് CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടാണ് ED പരിശോധന നടത്തിയത്. അതിൽ പ്രധാന പ്രതിയായിട്ടുള്ളത് പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. ആ വീണ വിജയനെതിരായിട്ടുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ED പിണറായി വിജയന്റെ വീടുകളിലടക്കം പരിശോധന നടത്തിയിട്ടുള്ളത്. ആ ED-യുടെ റെയ്ഡിനെ പ്രതിരോധിക്കാനായി പാർട്ടി അണികളെ ഇളക്കി വിട്ടുകൊണ്ട് CPM വലിയ അക്രമങ്ങൾ നടത്തുകയായിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ പോലും CPM പ്രവർത്തകർ ശ്രമിച്ചു. അങ്ങനെ വലിയ വധശ്രമം പോലും ഉണ്ടായി. ഇതെല്ലാം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുകയാണ്. അതിനിടയിലാണ് പിണറായി വിജയൻ കേന്ദ്ര വിമർശനവുമായി ഇന്ന് സഭയിൽ രംഗത്തെത്തിയത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കേന്ദ്ര വിമർശനം നടത്തിയത്. സ്വന്തം രാഷ്ട്രീയ പാർട്ടിയെ സഭയിൽ വിമർശിക്കുമ്പോൾ അത് നേരത്തെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കാൻ BJP-ക്ക് MLA-മാരില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ 3 MLA-മാർ BJP-ക്ക് സഭയിലുണ്ട്. അതുകൊണ്ട് തന്നെ BB ഗോപകുമാർ BJP-യുടെ നിയമസഭാ കക്ഷി നേതാവ് തന്നെ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയന് ശക്തമായ മറുപടിയാണ് ഇന്ന് കൊടുത്തത്. മാത്രമല്ല കഴക്കൂട്ടം MLA V മുരളീധരനും അടക്കമുള്ള വ്യക്തികൾ സ്പീക്കറുമായി കൊമ്പ് കോർക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് ചട്ടവിരുദ്ധമായിട്ടല്ല BB ഗോപകുമാർ പ്രസംഗിച്ചത് എന്ന് അദ്ദേഹം പറയാൻ ശ്രമിച്ചു. അത്തരത്തിൽ ഇനി പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും വായിൽ തോന്നിയത് നിയമസഭയിൽ പറയാൻ കഴിയില്ല എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ BJP നൽകിയിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണം അത് ഇടതു വലത് മുന്നണികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതായത് ഇത്രയും വർഷം 7 പതിറ്റാണ്ട് കാലം കേരളം ഭരിച്ചത് ഈ പറയുന്ന 2 മുന്നണികളുമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നിട്ടുണ്ട് എങ്കിൽ 2 മുന്നണികൾക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. കേന്ദ്രത്തിന് മേൽ പഴിചാരേണ്ട കാര്യമില്ല. വ്യക്തമായി സംസ്ഥാനത്തിന് അർഹമായ എല്ലാ കാര്യവും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. കേന്ദ്ര വിമർശനം അടിസ്ഥാനരഹിതമാണ് എന്ന ഒരു വാക്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഇന്ന് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിനെ, മുൻ മുഖ്യമന്ത്രിയെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെ BB ഗോപകുമാർ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് സഭയിൽ തിളങ്ങിയ ഒരു MLA ആയി മാറി.